നമസ്കാരം. എൻ്റെ പേര് എം അജയലാൽ. പട്ടം SVT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി നോക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് സർവ്വസാധാരണയായി മറ്റുള്ള എല്ലാ ശസ്ത്രക്രിയയും പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇന്ന് ചെയ്തു വരുന്ന ഒന്നാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു രോഗിക്ക് പല വിധത്തിലുള്ള സംശയങ്ങളാണുള്ളത്. ചിലപ്പോൾ നടക്കാൻ കഴിയുമോ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമുക്ക് നടക്കുന്നതിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയുമോ, വേദന ഉണ്ടാവുമോ, എത്ര ദിവസം റെസ്റ്റ് വേണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് സർവ്വസാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ സംശയങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു സംശയ നിവാരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് നമ്മുടെ മുട്ടിൻ്റെ തേയ്മാനം കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. നമുക്ക് ADL ആക്ടിവിറ്റീസ് അഫക്റ്റഡ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, നമ്മളൊരു ഡോക്ടറെ, ഓർത്തോപെഡിഷനെ കണ്ട് നമ്മൾ നമ്മുടെ സർജറിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. അപ്പോൾ ആ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് നടക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളൊരു പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കാലിൻ്റെ മസിലിൻ്റെ, അതായത് ആ പേശികൾക്ക് എത്രത്തോളം ബലമുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാലിന് ബലമില്ലെങ്കിൽ, നമ്മളിപ്പോൾ ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ സർജറി കഴിഞ്ഞ് നമ്മൾ പേഷ്യൻ്റ് നടന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് ബലമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള രോഗികൾ നടക്കുന്നത് പോലെ ചിലപ്പോൾ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുത്തേക്കാം. അപ്പോൾ അത്തരം നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതൊക്കെ മസിലിൽ നമുക്ക് ബലക്കുറവുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശസ്ത്രക്രിയ പെട്ടെന്ന്, ഇതൊക്കെ നമുക്കൊരു എലക്റ്റീവ് സർജറീസ് ആണ്, അപ്പം നമ്മൾ പെട്ടെന്നായിരിക്കില്ല പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് സമയം കിട്ടും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടിൻ്റെ ബലം ഒന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സമയം കിട്ടും. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസസ് ആണ് നമുക്ക് ചെയ്യാവുന്നത്. നമുക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞാലും നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ, നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ഓപ്പ് ഡേയിൽ തന്നെ നമ്മൾ ആരംഭിക്കുന്ന എക്സസൈസസ് ആണ് ഇതെല്ലാം. നമ്മുടെ കോഡ്സെപ്സ് എന്ന് പറയുന്ന നമ്മുടെ തുടയിലെ മസിലിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടവൽ റോൾ ചെയ്ത്, വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ടവൽ റോൾ ചെയ്ത് മുട്ടിൻ്റെ ജസ്റ്റ് ആ ഫോൾഡിൻ്റെ അടിയിലായിട്ട് മടക്കി വെച്ചതിന് ശേഷം മുട്ട് കടന്നുകൊണ്ട് ചെയ്താൽ മതി. മുട്ട് താഴോട്ട് അമർത്തി പിടിച്ച് നമുക്കൊരു 10 സെക്കൻഡ് അതിനെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ മസിൽ നമുക്ക് ടൈറ്റ് ആവുന്നതും തിരിച്ച് നമ്മൾ ആ മസിൽ വിടുന്ന സമയത്ത് അത് റിലാക്സ് ആവുന്നതും നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ടൈറ്റ് ആയതിന് നല്ലതുപോലെ മുറുകി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഒരു 10 സെക്കൻഡ് അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയും അത് കഴിഞ്ഞ് അതിനെ റിലാക്സ് ചെയ്യും. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഒരു സമയം ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ കാല് നേരെ മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. മുട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ മുട്ട് മടങ്ങാതെ ശ്രദ്ധിക്കുക. പൊക്കി പിടിച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് താഴെ വയ്ക്കുക. അതോടൊപ്പം തന്നെ ചരിഞ്ഞ് കടന്നിട്ട് നമുക്ക് സൈഡിലേക്ക് പൊക്കി ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നമുക്ക് തിരിച്ച് താഴെ വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ കമന്ന് കടന്നിട്ട് ബാക്കിലേക്ക് മുട്ട ഉയർത്തി, നമ്മൾ നേരത്തെ നിവർന്ന് കടന്നുകൊണ്ട് ചെയ്ത പോലെ തന്നെ മുട്ട് മടങ്ങാതെ ബാക്കിലേക്ക് ഉയർത്തി ഒരു 10 സെക്കൻഡ് അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് താഴെ വയ്ക്കുക. ഇത് ഈ 3-4 എക്സസൈസ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനമായും നമ്മൾ സർജറി കഴിഞ്ഞിട്ടും വേണ്ടതാണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ കാലിൻ്റെ ബലം വളരെയധികം വർദ്ധിക്കുന്നത് കാണാം. അതോടൊപ്പം നമുക്ക് ഇച്ചിരി ഒബീസായിട്ടുള്ള പേഷ്യൻസ്, വണ്ണം കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ലങ്സിന് സർജറി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് കഫം കെട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരം പേഷ്യൻ്റ് നമ്മൾ ചെസ്റ്റ് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നമുക്ക് അതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ബ്രീത്തിങ് എക്സസൈസ്, നമുക്ക് ലങ്സിനുള്ള, നമ്മുടെ ശ്വാസകോശത്തിനുള്ള വ്യായാമങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതും ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാമത്തെ ദിവസമൊക്കെ നമുക്ക് നമ്മൾ നോർമലി കെയർ കഴിഞ്ഞാൽ പേഷ്യൻ്റ് നടന്നു തുടങ്ങും. വളരെ പെയിൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് വരുന്നത്. നമുക്ക് മെഷീൻസ് ഉണ്ട്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മാനുവലിയാണ് മുട്ട് മടക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ വളരെ നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് CPM അങ്ങനെ അതുപോലത്തെ മെഷീൻസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് മുട്ട് മടക്കി അതിൽ തന്നെ നമുക്കൊരു ഡിസൈഡ് ആംഗിൾ സെറ്റ് ചെയ്ത് നമുക്ക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരം എക്സസൈസസ് നമ്മൾ ചെയ്യുന്നത് വഴി മുട്ടിൻ്റെ റേഞ്ച് കൂടുകയും നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ അത്യാവശ്യം പേഷ്യൻ്റ് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നോർമലി നടത്താറുണ്ട്. നമുക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിനകത്തുള്ള ഒരു 7 to 10 ഡേയ്സിനകത്ത് നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പേഷ്യൻ്റ് നോർമലി ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ എക്സസൈസസ് എല്ലാം കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് മുട്ടിൻ്റെ റേഞ്ച് കൂട്ടാനായിട്ട് നമുക്കൊരു ബെഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് മുട്ട് ആട്ടി
മുന്നോട്ടും പുറകോട്ടും പതുക്കെ ആട്ടുക. അങ്ങനെ റേഞ്ച് കൂട്ടിയെടുക്കാം. പിന്നെ സ്ട്രെങ്തനിങ് പതുക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കാലിന് വേണ്ട സ്ട്രെങ്തനിങ് എക്സസൈസസും സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിയുമ്പോൾ നമുക്കൊരു 1 മാസം വരെ നമ്മൾ വോക്കർ ഐഡിയലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ആ വെച്ച ഇംപ്ലാന്റിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വോക്കർ യൂസ് ചെയ്യാം. ഒരു 1 മന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ ക്ലൈമ്പിങ്ങും കാര്യങ്ങളും ആരംഭിക്കാം. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്കൊരു 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമുക്ക് വേറെ അതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല. തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പലരും നമുക്കൊരു TKR എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെയ്യുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. വളരെ സർവ്വസാധാരണമായി മറ്റ് ശസ്ത്രക്രിയകൾ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് പോകാവുന്ന ഒരു ശസ്ത്രക്രിയയാണ് TKR ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മസിലിൻ്റെ ബലം നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരികയും ആ റേഞ്ചും നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് ഡിലേ ചെയ്ത് ചില പേഷ്യൻസ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർവിഷനിൽ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ സൂപ്പർവിഷനിലാവുമ്പോൾ ചെയ്യും. വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സൂപ്പർവിഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ റേഞ്ചും നമ്മുടെ ബലവും നമുക്ക് തിരിച്ച് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സൂപ്പർവിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എല്ലാവർക്കും കഴിയുന്ന ഒരു ശസ്ത്രക്രിയയാണ് TKR. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പൂർണ്ണതയോടുകൂടി നമുക്ക് TKR ശസ്ത്രക്രിയ വളരെ വിജയകരമായി തന്നെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നന്ദി, നമസ്കാരം.